ഹലോ ഡിയർ സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലെ BSc ഫിസിക്സ് ഓണേഴ്സിൽ സെക്കൻഡ് സെമസ്റ്ററിലെ മേജർ പേപ്പറാണെന്ത് ഇലക്ട്രോണിക്സ്. ഇപ്പോൾ ഫസ്റ്റ് സെമ്മിലേതുപോലെ തന്നെ സെക്കൻഡ് സെമ്മിലും എന്താണ് ആദ്യത്തെ 4 മൊഡ്യൂൾ തിയറി പേപ്പറാണ്, 5-ാമത്തെ മൊഡ്യൂൾ എന്താണ് പ്രാക്ടിക്കൽ. മൊത്തം ഈ പേപ്പറിന് 100 മാർക്കാണുള്ളത്. അതിൽ 70 മാർക്ക് എന്താണ് ആദ്യത്തെ 4 മൊഡ്യൂളിനാണ്. ബാക്കി 30 മാർക്ക് വരുന്നത് അവസാനത്തെ ഓപ്പൺ എൻഡഡ് മൊഡ്യൂളായിട്ടുള്ള പ്രാക്ടിക്കൽ പ്ലസ് ഇൻറ്റേർണൽ മാർക്കിനാണ്. സോ ആദ്യത്തെ 4 തിയറി മൊഡ്യൂളാണ് നമ്മൾ ക്ലാസ്സുകളിലൂടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ്. സോ അതിൽ 4 യൂണിറ്റാണുള്ളത്. സെമി കണ്ടക്ടർ, PN ജംഗ്ഷൻ, ബ്രേക്ക് ഡൗൺ ആൻഡ് നീ വോൾട്ടേജ്, സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്സ്, LED ആൻഡ് ഫോട്ടോ ഡയോഡ്. ഇനി ഇതിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ബുക്ക് 1 എന്ന് പറയുന്ന റെഫറൻസ് ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോണിക്സ് ബൈ VK മേത്ത ആൻഡ് രോഹിത് മേത്ത, എസ് ചാന്ദ് പബ്ലിക്കേഷൻ്റെ. നല്ലൊരു സിമ്പിളായിട്ടുള്ള, ആർക്കും വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന നല്ലൊരു ബുക്കാണത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് വേണം, നിങ്ങളുടെ കയ്യിൽ ആ ടെക്സ്റ്റും വേണം. അപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്നതോടൊപ്പം തന്നെ ടെക്സ്റ്റിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഭാഗങ്ങൾ വായിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, സോ ഇതിൽ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ ഫിസിക്സിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ. ഒന്നാമത്തെ യൂണിറ്റാണ് എന്ത്, സെമി കണ്ടക്ടർ. സോ ഈ സെമി കണ്ടക്ടർ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് അറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ച് എന്ത് വേണം, ചെറിയൊരു ഐഡിയ വേണം. നിങ്ങൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചതായിരിക്കാം. സോ ഈ അറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ചുള്ള ധാരണ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ എന്താണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ബോർസ് അറ്റോമിക് മോഡലാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബോർസ് അറ്റോമിക് മോഡലിൽ ഇതാണ് ഒരു അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതൊരു സിലിക്കൺ ആറ്റത്തിൻ്റെ എന്താണ് സ്ട്രക്ചറാണ് ഈ കൊടുത്തിട്ടുള്ളത്. സോ സിലിക്കൺ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 14 ആണ്. സോ നിങ്ങൾ ഓർബിറ്റുകളൊക്കെ പഠിച്ചിട്ടുണ്ടാകും, KLMN എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഫസ്റ്റ് ഓർബിറ്റിൽ 2 ഇലക്ട്രോണ്, രണ്ടാമത്തെ ഓർബിറ്റിൽ 8 ഇലക്ട്രോണ്, മൂന്നാമത്തെ ഓർബിറ്റിൽ എത്രയാണ്, 4 ഇലക്ട്രോൺ. സെൻറ്ററിൽ എന്താ ഉള്ളത്, പോസിറ്റീവായിട്ടുള്ള ന്യൂക്ലിയസും അതിന് ചുറ്റും ഓർബിറ്റ്സിൽ എന്തുണ്ട്, ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ ബോറിൻ്റെ അല്ലെങ്കിൽ 1913 നീൽസ് ബോർ എന്നുള്ള ഡാനിഷ് ഫിസിസ്റ്റ് എന്ത് ചെയ്തുള്ളത്, ഈ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചുള്ളൊരു ക്ലിയർ എക്സ്പ്ലനേഷൻ കൊടുത്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആൻ ആറ്റം കൺസിസ്റ്റ് ഓഫ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് അറൗണ്ട് വിച്ച് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ എ ഡിഫറെൻറ്റ് സർക്കുലർ ഓർബിറ്റ്സ്. അതായത് പോസിറ്റീവ്ലി ചാർജുള്ളൊരു ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും എന്ത് ചെയ്യുന്നു, നെഗറ്റീവ്ലി ചാർജുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, റിവോൾവ്സ് ഇൻ എ സർക്കുലർ ഓർബിറ്റ്. ഓക്കെ, സോ ഈ പെർമിറ്റഡ് ആയിട്ടുള്ള ഓർബിറ്റ്സിലൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇലക്ട്രോൺസിന് റിവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ സർട്ടൈൻ റേഡിയസ് ഉള്ള ഓർബിറ്റുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതിൽ അലവുള്ളൂ. ഇനി ഈ ഓരോ ഓർബിറ്റിലെയും പിന്നെ ഇലക്ട്രോൺസിന് എന്തുണ്ട്, ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്. അപ്പോൾ ലാർജർ ഓർബിറ്റിലുള്ള പിന്നെ ഇലക്ട്രോൺസിനായിരിക്കും എന്തുണ്ടാവുക, കൂടുതൽ എനർജി ഉണ്ടാവുക. ഓർബിറ്റിൻ്റെ പിന്നെ ന്യൂക്ലിയസിനും അടുത്ത് വരുന്തോറും എന്ത് ചെയ്യും, എനർജി കുറഞ്ഞ് വരികയും ചെയ്യും. ഇനി വേറൊരു സംഗതി പറഞ്ഞത്, ഈ ഇലക്ട്രോൺസിന് ഒരു എക്സ്റ്റേണൽ എനർജി കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ലൈറ്റോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എനർജി കൊടുത്തു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാൻ പറ്റും, ഉയർന്ന എനർജി ലെവലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. ഇതിനെ നമ്മൾ സിമ്പിളി എക്സൈറ്റേഷൻ എന്ന് വിളിക്കുക. പക്ഷെ ഇത് ഈ പ്രോസസ്സ് എന്തല്ല കുറേ നേരം ഉണ്ടാവില്ല, പോയി കഴിഞ്ഞാൽ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കൊണ്ട് എന്ത് ചെയ്യും, തിരിച്ച് താഴത്തെ ഇതിൽ എനർജി ലെവലിലേക്ക് തന്നെ വരും. അപ്പം അത് തിരിച്ച് പിന്നെ താഴത്തോട്ട് പോരുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നേരത്തെ അബ്സോർബ് ചെയ്യുന്ന എനർജി എന്ത് ചെയ്യും, അത് ലൈറ്റായിട്ടോ അല്ലെങ്കിൽ ഹീറ്റായിട്ടൊക്കെ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ ഇതാണ് ബോർസിൻ്റെ അറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളതിലേക്ക് നമുക്ക് പറയാനുള്ളത്. ഇനി
എനർജി ലെവൽ നോക്കിക്കഴിഞ്ഞാലോ, അപ്പോൾ ഈ ആറ്റത്തിനുള്ളിലെ ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്ന കറങ്ങുന്ന ഓരോ ഓർബിറ്റിനും എന്തുണ്ട്, ഒരു നിശ്ചിത അളവ് എനർജി ഉണ്ട് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ എനർജിയെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം, എനർജി ലെവൽ എന്നുള്ള അല്ലെങ്കിൽ എനർജി ലെവൽ ഡയഗ്രത്തെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രോൺ ഏത് ഓർബിറ്റിലാണ് ഉണ്ടാവുക, അപ്പോൾ ആ ഓർബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എനർജി ആയിരിക്കും ആർക്കുണ്ടാവുക, ഇലക്ട്രോൺസിന് ഉണ്ടാവുക. സോ ന്യൂക്ലിയസിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഓർബിറ്റ്, അതായത് ഔട്ടർ ഓർബിറ്റിനായിരിക്കും എന്ത്, അതിലുള്ള ഇലക്ട്രോൺസിനായിരിക്കും കൂടുതൽ എനർജി ഉണ്ടാവുക. ഏറ്റവും കുറഞ്ഞ എനർജി ആർക്കായിരിക്കും, ഇന്നർ ഓർബിറ്റ്സിലുള്ള ഇലക്ട്രോണിനായിരിക്കും. നിങ്ങൾക്ക് എനർജി ഡയഗ്രാം കണ്ടാൽ മനസ്സിലാവും. R1 എന്ത്, ഫസ്റ്റ് എനർജി ലെവൽ, R3 എന്ത്, തേർഡ് എനർജി ലെവൽ. സോ തേർഡ് എനർജി ലെവലിനേക്കാൾ കുറവായിരിക്കും എന്ത്, ഫസ്റ്റ് എനർജി ലെവലിന് ഉണ്ടാവുക. ഓക്കെ, ഇനി ഒരു ഇലക്ട്രോണിനെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എക്സ്റ്റേണൽ എനർജി കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളതിനെ ഇപ്പോൾ ചൂടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റ് എനർജിയോ അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, താഴത്തെ എനർജി ലെവലിൽ നിന്ന് ആ എനർജി ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് പോകാം, മുകളിലത്തെ ലെവലിലേക്ക് പോകാം. ഓക്കെ, ഇപ്പം നമ്മൾ ഒരാറ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിംഗിൾ ഐസൊലേറ്റഡ് ആറ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഓരോ എനർജി ലെവൽ, സെക്കൻഡ് എനർജി ലെവൽ, തേർഡ് എനർജി ലെവൽ ഇങ്ങനെ പറഞ്ഞു പോകാം. പക്ഷേ നിങ്ങൾ സോളിഡ് എടുക്കുകയാണെങ്കിൽ അവിടെ ഓരോ ആറ്റമാണ് ഉണ്ടാവുക, അവിടെ എന്തുണ്ടാവുക, ഒരുപാട് ആറ്റങ്ങളുണ്ടാവും അല്ലേ. അതായത് ആറ്റങ്ങളെല്ലാം ക്ലോസ്ലി പാക്ക്ഡ് ആയിരിക്കും. സോ ഓരോ ആറ്റത്തിലെ ഓരോ ഓർബിറ്റിലെ ഇലക്ട്രോണിനെ എന്ത് ചെയ്യും, മറ്റ് ആറ്റങ്ങളിലെ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും, മറ്റ് ആറ്റങ്ങളിലെ അതേ ഓർബിറ്റുകളിലെ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ഈ ഇലക്ട്രോൺസിന് അപ്പോൾ എന്താ സംഭവിക്കുക, ഒരു സിംഗിൾ എനർജി ലെവലിന് പകരം അത് എന്തായിട്ട് മാറും, ഒരു റേഞ്ച് ഓഫ് എനർജി ആയിട്ട് മാറും. ഈ റേഞ്ച് ഓഫ് എനർജിയെ നമ്മൾ എന്തെന്ന് പറയുക, എനർജി ബാൻഡ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ സിലിക്കൺ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ അതിലെന്തുണ്ടാവും, ലക്ഷക്കണക്കിന് ആറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഈ എല്ലാ ആറ്റങ്ങളിലെയും ഒന്നാമത്തെ ഓർബിറ്റിലുള്ള ഇലക്ട്രോണുകളുടെ എനർജി ലെവലുകൾ ഒരുമിച്ച് ചേർന്ന് നമുക്ക് എന്തെന്ന് പറയാം, ഒരു ബാൻഡ് എന്ന് പറയാം. അതിന് നമ്മൾ എന്തെന്ന് പറയും, ഫസ്റ്റ് എനർജി ബാൻഡ് എന്ന് പറയും. ഇതുപോലെ രണ്ടാമത്തെ ഓർബിറ്റിലെ മുഴുവൻ ഇലക്ട്രോണുകളും ചേർന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാകും, രണ്ടാമത്തെ ബാൻഡ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ എനർജി ലെവലും ബാൻഡും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കാം. അതായത് ആറ്റത്തിൽ നമ്മൾ ഐസൊലേറ്റഡ് ആറ്റാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ലൈൻസ് കൊണ്ടാണ് നമ്മൾ ഈ എനർജി ലെവൽസിനെ അവിടെ കാണിച്ചിട്ടുള്ളത്. പക്ഷേ അത് സോളിഡിലേക്ക് എത്തുമ്പം എന്തായിട്ട് മാറും, എനർജി ബാൻഡ്സ് ആയിട്ട് മാറും. അപ്പോൾ ഈ ബാൻഡ് കൺസെപ്റ്റ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സെമി കണ്ടക്ടറിനെ കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ ബേസിക്കായിട്ട് എനർജി ബാൻഡുകളുടെ അല്ലെങ്കിൽ രണ്ട് എനർജി ബാൻഡുകൾക്കിടയിലുള്ള സ്പേസ് എത്രയാണോ, ഗ്യാപ്പ് എത്രയാണോ അത് വെച്ചിട്ടാണ് നമ്മൾ സെമി കണ്ടക്ടറിൽ കാര്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ സോളിഡായ വസ്തുക്കൾ, ഖരവസ്തുക്കളിൽ അല്ലെങ്കിൽ സോളിഡായ വസ്തുക്കളിൽ നമുക്കെന്താണ്, അതിൻ്റെ കണ്ടക്ടിവിറ്റിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, 3 പ്രധാന ബാൻഡുകളുണ്ട്. ഏതൊക്കെയാണത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനർജി ബാൻഡുകൾ എന്ന് പറയുന്നത്, ഒന്ന് വാലൻസ് ബാൻഡാണ്, രണ്ടാമത്തെ എന്താണ്, കണ്ടക്ഷൻ ബാൻഡാണ്, മൂന്നാമത്തെ എന്താണ്, അതിനിടയിലുള്ള ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. സോ എന്താണ് വാലൻസ് ബാൻഡ് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള ഔട്ടർ മോസ്റ്റ് ഓർബിറ്റുള്ള ഇലക്ട്രോണുകളെ നമ്മൾ എന്തെന്ന് പറയുക, വാലൻസ് ഇലക്ട്രോണുകൾ എന്ന് പറയാം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്, തേർഡ് ഓർബിറ്റ് പറഞ്ഞ് ഏറ്റവും അവസാനത്തെ ഓർബിറ്റിനെ നമ്മൾ എന്ത് പറയുക, ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് എന്ന് പറയാം. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോണുകൾ നമ്മൾ എന്തെന്ന് പറയും, വാലൻസ് ഇലക്ട്രോണുകൾ എന്ന് പറയും. സോ ഈ വാലൻസ് ഇലക്ട്രോണുകൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഊർജ്ജ നിലകളുടെ ആ ഒരു ലിമിറ്റ് റേഞ്ചിനെ നമ്മൾ എന്തെന്ന് പറയുക, വാലൻസ് ബാൻഡ് എന്ന് പറയുക. ഒരു നോർമലി നമ്മളൊരു ആറ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലേറ്റവും എനർജിയുള്ള ഇലക്ട്രോൺസ് എവിടെയായിരിക്കും, ഈ വാലൻസ് ബാൻഡിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ വാലൻസ് ബാൻഡ് ഒന്നുകിൽ അത് ഫുൾ പാർഷ്യലോ അല്ലെങ്കിൽ ഫുള്ളി എന്തായിരിക്കും, ഇലക്ട്രോണുകൾ കൊണ്ട് ഫില്ലായിരിക്കും. ഓക്കെ, സോ ഇനേർട്ട് ഗ്യാസ് ഒക്കെ ആണെങ്കിൽ എന്താണ്, വാലൻസ് ബാൻഡ് എന്താണ്, വാലൻഷ്യൽ ഇലക്ട്രോൺസ് എന്താണ്, കംപ്ലീറ്റ്ലി ഫിൽഡാണ്. ഇനി എന്താണ് കണ്ടക്ഷൻ ബാൻഡ് പറഞ്ഞാൽ, ഇപ്പോൾ ചില മെറ്റൽസ് പോലെയുള്ളതിൽ
ഈ വാലൻസ് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസ് ആയിട്ട് എന്താ ഉണ്ടാവുക, വളരെ ലൂസായിട്ടാണ് കോണ്ടാക്റ്റ് ഉണ്ടാവുക, ബന്ധപ്പെട്ട് കിടക്കുക. സോ നോർമൽ ടെമ്പറേച്ചറിൽ പോലും ഇതെന്താണ്, ഇത് ആറ്റത്തിൽ നിന്ന് വേർപെട്ടുകൊണ്ട് ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് മാറും. ഇത് വാലൻസ് ബാൻഡിലെ വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺ ന്യൂക്ലിയസ് ആയിട്ട് അത്ര അറ്റാച്ച്ഡ് ഒന്നും അല്ല എങ്കിൽ ഇതെന്തായിട്ട് മാറാൻ പറ്റും, ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് മാറാൻ പറ്റും. ഈ ഫ്രീ ഇലക്ട്രോൺസിലാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ നമ്മളെ സഹായിക്കുന്നത്. സോ ഈ ഫ്രീ ഇലക്ട്രോണുകൾ ഉൾപ്പെടുന്ന എനർജി ലെവലിനെ നമ്മൾ എന്തെന്ന് പറയുക, കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വാലൻസ് ബാൻഡ് എന്താണെന്നുള്ളതും കണ്ടക്ഷൻ ബാൻഡ് എന്താണെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല എങ്കിൽ എന്തുണ്ടാവില്ല, സ്വാഭാവികമായിട്ടും ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു മെറ്റീരിയലിലൂടെ എന്ത് ചെയ്യില്ല, വൈദ്യുതി കണ്ടക്ട് ചെയ്യൂല. സോ ഇൻസുലേറ്ററിൽ സാധാരണ ഉണ്ടാവില്ല, കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇൻസുലേറ്റർ എന്താണ്, കറണ്ടിനെ കടത്തി വിടുകയില്ല. ഇനി എന്താണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ? ഫോർബിഡൻ എനർജി ഗ്യാപ്പ് പറഞ്ഞാൽ ദ സെപ്പറേഷൻ ബിറ്റ്വീൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ് ഓൺ ദി എനർജി ലെവൽ ഡയഗ്രാം ഈസ് നോൺ ആസ് ദി ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. കണ്ടക്ഷൻ ബാൻഡിനും വാലൻസ് ബാൻഡിനും ഇടയിലുള്ള ആ ഗ്യാപ്പിനെ നമ്മൾ എന്താ പറയുക, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയാം. സാധാരണ ഈ ഒരു റീജിയനിൽ ഉണ്ടാവില്ല, ഇലക്ട്രോൺസിനൊന്നും പ്രസൻസ് ഉണ്ടാവില്ല. സോ ഓക്കെ, ഇനി ഈ ഒരു ഗ്യാപ്പിൻ്റെ ആ വിഡ്ത്തില്ലേ, അല്ലെങ്കിൽ ആ സെപ്പറേഷൻ എത്രയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺസും ന്യൂക്ലിയസുമായിട്ടുള്ള ആ ഒരു ബന്ധം എത്രത്തോളം ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. സോ വാലൻസ് ബാൻഡിൽ നിന്നൊരു ഇലക്ട്രോണിന് കണ്ടക്ഷൻ ബാൻഡിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, അത്രയും എനർജി കിട്ടിയിട്ട് എന്ത് ചെയ്യണം, കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിപ്പെടാൻ പറ്റണം. ഓക്കെ, സോ ഈ എനർജി ഗ്യാപ്പ് എത്രയാണോ അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് മെറ്റീരിയലിനെ വീണ്ടും എന്ത് ചെയ്യാം, സോളിഡ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഇൻസുലേറ്റർ, കണ്ടക്ടർ ആൻഡ് സെമി കണ്ടക്ടർ. സോ ഒരു മെറ്റീരിയൽ അത് ഇലക്ട്രിസിറ്റി കടത്തി വിടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് എന്താണ്, അതിലെ ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള റിലേഷനാണ്. സോ നിങ്ങൾ ഇൻസുലേറ്റർ നോക്കിയേ, ഇൻസുലേറ്റർ പറഞ്ഞാൽ വൈദ്യുതിയെ ഒട്ടും കടത്തിവിടാത്ത വസ്തുക്കളെ നമ്മൾ എന്തെന്ന് പറയാം, ഇൻസുലേറ്റർ എന്ന് പറയാം. ഇപ്പോൾ ഗ്ലാസ്, പ്ലാസ്റ്റിക് ഒക്കെ എന്താണ്, ഇൻസുലേറ്ററാണ്. അപ്പോൾ ഈ ഇൻസുലേറ്ററിൻ്റെ വാലൻസ് ബാൻഡ് എന്തായിരിക്കും, ഓൾമോസ്റ്റ് ഫിൽഡ് ആയിരിക്കും. പക്ഷേ കണ്ടക്ഷൻ ബാൻഡ് എന്തായിരിക്കും, എംപ്റ്റി ആയിരിക്കും. സോ ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫിഗർ കണ്ടാൽ മനസ്സിലാവും, ഏകദേശം എത്രയാണ്, 15 ഇലക്ട്രോൺ വോൾട്ടാണ്. 15 ഇലക്ട്രോൺ വോൾട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താ, ഈ ഒരു എനർജി ഗ്യാപ്പ് ചാടിക്കടന്നുകൊണ്ട് ഇലക്ട്രോൺസിന് എവിടെ എത്തൂല, കണ്ടക്ഷൻ ബാൻഡിൽ എത്താൻ സാധിക്കില്ല. കാരണം ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ 15 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ വലിയൊരു ഗ്യാപ്പാണ്. ഓക്കെ, പക്ഷേ എന്നിരുന്നാലും ടെമ്പറേച്ചർ കൂട്ടുമ്പം റെസിസ്റ്റൻസ് കുറയുന്ന ആ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് ഫിനോമിന പൊതുവെ ഇൻസുലേറ്റർ കാണിക്കാറുണ്ട് എന്നും വേണമെങ്കിൽ പറയാം. നോർമലി ഇൻസുലേറ്റർ എന്താണ്, ഈ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന മെറ്റീരിയൽ അല്ല. ഇനി എന്താണ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ വൈദ്യുതിയെ വളരെ എളുപ്പത്തിൽ കടത്തിവിടുന്ന പദാർത്ഥങ്ങളെ വസ്തുക്കളെ നമ്മൾ എന്തെന്ന് പറയുക, കണ്ടക്ടർ എന്ന് പറയുക. ഇപ്പോൾ നമ്മുടെ കോപ്പർ, അലൂമിനിയം എല്ലാം എന്താണ്, കണ്ടക്ടറുകൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനിയോ അതിൻ്റെ ബാൻഡിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കിയേ. ബാൻഡ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, അതിൻ്റെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എന്താണ്, ഗ്യാപ്പിന് പകരം അത് പരസ്പരം ഓവർലാപ്പ് ചെയ്തിട്ടാണുള്ളത്. അതായത് പ്രത്യേകിച്ച് എന്തില്ല, ഒരു എനർജി ഗ്യാപ്പ് ഒന്നും ഇല്ലാത്തതിനാൽ തന്നെ നമ്മൾ ചെറിയൊരു എനർജി നൽകിയാൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോണുകൾക്ക് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കണ്ടക്ടറുകളിൽ എന്താണ്, ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും, വൈദ്യുതി കണ്ടക്ട് ചെയ്യാനുള്ള കാരണവും അത് തന്നെയാണ്. അവിടെ എന്ത് ചെയ്യും, ഫ്രീ ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് ഉണ്ടാകും. ഓക്കെ, ഇനി മൂന്നാമത്താണ് എന്ത്, സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടറുകളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻസുലേറ്ററിൻ്റെയും കണ്ടക്ടറിൻ്റെയും എന്തായിരിക്കും, ഇടയിലായിരിക്കും. ഇപ്പോൾ സെമി കണ്ടക്ടറുകൾക്ക് എക്സാമ്പിളാണ് ജെർമേനിയവും
സിലിക്കണൊക്കെ. ഇതിൻ്റെ വാലൻസ് ബാൻഡ് എന്തായിരിക്കും? ഓൾമോസ്റ്റ് ഫിൽഡ് ആയിരിക്കും. കണ്ടക്ഷൻ ബാൻഡ് എന്തായിരിക്കും? നമുക്ക് എം ടി ആയിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇവിടേക്കുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? അത് ഏകദേശം 1 ഇലക്ട്രോൺ വോൾട്ടേ ഉള്ളൂ. സോ നോർമലി ആയിട്ട് ലോവസ്റ്റ് താഴ്ന്ന ടെമ്പറേച്ചറിൽ ഇതിനെ പോലെ ആക്ട് ചെയ്യും, ഇൻസുലേറ്ററുകളെ പോലെ ആക്ട് ചെയ്യും. എന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് എങ്ങോട്ട് പോകും? വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവുകയും കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. സോ സെമി കണ്ടക്ടറിനും നമുക്ക് എന്താണെന്ന് പറയാം? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണെന്ന് പറയാം. ഓക്കെ. സോ നമ്മൾ മൂന്നൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലേറ്ററിൻ്റെ എനർജി ഗ്യാപ്പ് എന്താണ്? വളരെ വലുതാണ്. കണ്ടക്ടർ എന്താണ്? ഓവർലാപ്പിംഗ് ആണ്, അതായത് ഗ്യാപ്പൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. സെമി കണ്ടക്ടർ ആണെങ്കിൽ എന്താണ്? കുറവാണ്. ഓക്കെ. ഇനി ഇൻസുലേറ്ററിൻ്റെ കണ്ടക്ഷൻ ബാൻഡ് എന്തായിരിക്കും? എം ടി ആയിരിക്കും. കണ്ടക്ടർ ആണെങ്കിൽ എന്താണ്? പാർഷ്യലി ഫിൽഡ് ആയിരിക്കും. സെമി കണ്ടക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളൊരു ചെറിയ എനർജി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഫില്ലാവും. ഓക്കെ. ഇനി ഈ കാണുന്നത് സിലിക്കണും ജർമേനിയും ആണ്. സിലിക്കണിൻ്റെ അറ്റോമിക് നമ്പർ വരുന്നത് 14 ജർമേനിയത്തിൻ്റെ എത്രയാണ്? 32 ആണ്. ശരിക്കും ഇലക്ട്രോണിക്സിൻ്റെ രാജാവാണ് ആരെന്ന് പറയുന്നത്? കിങ് ആണ് സിലിക്കൺ എന്ന് പറയുന്നത്. സോ പണ്ട് കാലത്തൊക്കെ ജർമേനിയവും സിലിക്കണും ഒരുപോലെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽ ഉപയോഗിച്ചിരുന്നെങ്കിലും പിന്നീട് സിലിക്കൺ എന്താണ്? ജർമേനിയത്തെക്കാൾ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആണെന്ന് കണ്ടതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാത്തിലും അധികം ഉപയോഗിക്കുന്നത് എന്താണ്? സിലിക്കണാണ്. ഓക്കെ. ഇനി നമ്മൾ സിലിക്കണും ജർമേനിയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ രണ്ടിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ എത്രയുള്ളത്? 4 ഇലക്ട്രോൺസ് വീതമാണ് ഉള്ളത്. പക്ഷേ ജർമേനിയത്തിലെ വാലൻസ് ഇലക്ട്രോണുകൾ എന്താണ്? 4ാമത്തെ ഓർബിറ്റിലാണ്. പക്ഷെ സിലിക്കണിൽ എത്രയാണത്? 3ാമത്തെ ഓർബിറ്റിലാണ്. അല്ലേ? നിങ്ങൾക്ക് ആ ഫിഗർ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു. സോ സിലിക്കണിലെ വാലൻസ് ഇലക്ട്രോണുകൾ എന്താണ്? ന്യൂക്ലിയസിനോട് കുറച്ചും കൂടെ അടുത്താണ്. അതുപോലെ അതിൻ്റെ എനർജി ലെവൽസ് എന്ന് പറയുന്നതാണ് ജർമേനിയത്തെക്കാൾ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഹയർ ടെമ്പറേച്ചറിലും എന്ത് ചെയ്യാൻ പറ്റും? സിലിക്കൺ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. പക്ഷെ ജർമേനിയ എന്തായിരിക്കും? അത് പൊതുവെ അൺസ്റ്റേബിളായിട്ട് കാണാറുണ്ട്. ഇനി സിലിക്കണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 14 സോ ഈ 14 ഇലക്ട്രോൺസും എന്താണ്? 3 ഓർബിറ്റ്സിലൂടെ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടാൽ മനസ്സിലാവും അല്ലേ? സോ ഈ സിലിക്കണിന് ഇതിൻ്റെ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടണമെങ്കിൽ എത്ര എനർജി വേണം? 1.1 ഇലക്ട്രോൺ വോൾട്ട് വേണം. 1.1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്ക്, വാലൻസ് ബാൻഡിൻ്റെ അവിടെയുള്ള എനർജി എത്രയാണ്? 0.7 ഇലക്ട്രോൺ വോൾട്ടാണ്. കണ്ടക്ഷൻ ബാൻഡിൽ എത്രയാണ്? 1.8 ഇലക്ട്രോൺ വോൾട്ടാണ്. ഇത് തമ്മിലുള്ള ഗ്യാപ്പ് എത്ര? 1.8 മൈനസ് 0.7 എത്ര വരും? 1.1. ഓക്കെ. സോ ഈ ഒരു 1.1 ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ള എനർജി കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റും? സിലിക്കണിലെ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺ എങ്ങോട്ട് പോകാൻ പറ്റും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവുകയും അങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവുകയും അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രിക് കറണ്ടിനെ കണ്ടക്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്താണ് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ, എന്താണ് കണ്ടക്ടർ, എന്താണ് ഇൻസുലേറ്റർ, എന്താണ് സെമി കണ്ടക്ടർ എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടില്ലേ? ഇനിയാണ് നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. സോ സിലബസിൽ 5 ടെക്സ്റ്റ് ബുക്കിലെ 5.1 സെമി കണ്ടക്ടർ ഫിസിക്സ്. സോ എന്താണ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ സെമി കണ്ടക്ടർ ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഹാസ് റെസിസ്റ്റിവിറ്റി ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. എക്സാമ്പിൾ ആരാണ്? ജർമേനിയം, സിലിക്കൺ, സെലീനിയം ആൻഡ് കാർബൺ. ഓക്കെ. സോ വൈദ്യുതിയെ കടത്തിവിടാനുള്ള ശേഷി എന്താണ്? കണ്ടക്ടറുകൾക്കും ഇൻസുലേറ്ററുകൾക്കും എന്തായിരിക്കും? ഇടയിലുള്ള പദാർത്ഥങ്ങളെ നമ്മൾ എന്തെന്ന് പറയാം? സെമി കണ്ടക്ടർ എന്ന് പറയാം. എ സെമി കണ്ടക്ടർ ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഹാസ് എ റെസിസ്റ്റിവിറ്റി.
എന്താണ് ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, നിങ്ങൾ ഈ ടാബിൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കോപ്പർ, പിന്നെന്താണ് ജെർമേനിയം, ഗ്ലാസ് ആൻഡ് നിക്രോം. ഈ ടാബിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? കോപ്പർ എന്താണ്? കോപ്പറിൻ്റെ റെസിസ്റ്റിവിറ്റി 1.7 × 10⁻⁸ ഓം മീറ്റർ ആണ്. ജെർമേനിയം ആണെങ്കിലോ 0.6 ഓം മീറ്റർ. ഗ്ലാസ് ആണെങ്കിലോ 9 × 10⁻11 ഓം മീറ്റർ. അപ്പോൾ ഏറ്റവും കൂടുതൽ റെസിസ്റ്റിവിറ്റി ആർക്കാണ് ഇവിടെ? ഗ്ലാസ്സിനാണ്. ജെർമേനിയത്തിന് എന്താണ്? ഏറ്റവും കുറവായിരിക്കാണ് കോപ്പറിനും. ജെർമേനിയം എന്താണ്? സെമി കണ്ടക്ടറാണ്. അതിനെന്താണ്? ഇൻ ബിറ്റ്വീൻ ഓഫ് ഗുഡ് കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ. അതായത് കോപ്പറിൻ്റെയും ഗ്ലാസിൻ്റെ ഇടയിലാണ് എന്ത്? ജെർമേനിയത്തിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി നിക്രോം നോക്കിയേ. നിക്രോമാണ് എന്ത്? പിന്നെ ഒരു റെസിസ്റ്റൻസ് മെറ്റീരിയലാണ് നിക്രോം. ഈ നിക്രോമിനേക്കാൾ ഉയർന്ന റെസിസ്റ്റിവിറ്റി ആർക്കുണ്ട്? നമ്മുടെ സെമി കണ്ടക്ടർ ആയിട്ടുള്ള ജെർമേനിയത്തിനുണ്ട്. സോ ഈ ജെർമേനിയത്തെ നമുക്ക് സാധാരണ ഒരു എന്താ പറയുക റെസിസ്റ്റൻ്റ് മെറ്റീരിയലായിട്ടോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണക്കാക്കാൻ പറ്റുകയില്ല. ഇനി എന്തൊക്കെയാണ് സെമി കണ്ടക്ടറിൻ്റെ പ്രത്യേകത? സെമി കണ്ടക്ടർ പ്രത്യേകത എന്ന് പറയുന്നത് ദ റെസിസ്റ്റിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ഇസ് ലെസ് ദാൻ ആൻ ഇൻസുലേറ്റർ ബട്ട് മോർ ദാൻ എ കണ്ടക്ടർ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി രണ്ടാമത്തത് വരുന്നത് പിന്നെ സെമി കണ്ടക്ടർ ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. അതായത് സാധാരണ നമ്മൾ മെറ്റൽസൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലെ താപനില കൂടുമ്പോൾ എന്ത് ചെയ്യണം? പ്രതിരോധം കൂടണം. ഓക്കെ, എന്നാൽ സെമി കണ്ടക്ടറിൽ താപനില കൂടുമ്പം, അതായത് ടെമ്പറേച്ചർ കൂടുമ്പം എന്ത് ചെയ്യും? ദ റെസിസ്റ്റൻസ് ഓഫ് എ സെമി കണ്ടക്ടർ ഡിക്രീസ് വിത്ത് ദ ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. അതായത് സെമി കണ്ടക്ടറുകളിൽ താപനില കൂടുമ്പോൾ എന്ത് ചെയ്യും? പ്രതിരോധം കുറയും. അപ്പോൾ ഈ സെമി കണ്ടക്ടേഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുക? വളരെ ലോവസ്റ്റ് ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ ഇൻസുലേറ്ററിനെ പോലെയും, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്തായിട്ട് മാറും? കണ്ടക്ടറായിട്ടും മാറും. സോ ജെർമേനിയം എന്താണ്? ജെർമേനിയം ബേസിക്കലി ഒരു ഇൻസുലേറ്റർ ആണ് ലോ ടെമ്പറേച്ചറിൽ. പക്ഷേ ബട്ട് ഇറ്റ് ബിക്കംസ് എ ഗുഡ് കണ്ടക്ടർ അറ്റ് ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് എന്ത്? സെമി കണ്ടക്ടർ ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വെൻ എ സ്യൂട്ടബിൾ മെറ്റാലിക് ഇമ്പ്യൂരിറ്റി, അതായത് ആഴ്സനിക് ഗാലിയം പോലെയുള്ള ഒരു മെറ്റാലിക് ഇമ്പ്യൂരിറ്റി, ഒരു ഫോറിൻ ആറ്റം ആഡഡ് ടു എ നമ്മൾ സെമി കണ്ടക്ടറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് കറൻറ്റ് കണ്ടക്ടിങ് പ്രോപ്പർട്ടീസ് ചേഞ്ച് അപ്രീഷ്യബിളി. ദിസ് പ്രോപ്പർട്ടി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സോ സെമി കണ്ടക്ടറിൻ്റെ കറൻറ്റ് കണ്ടക്ടിങ് പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ഒരു ഫോറിൻ ആറ്റം കൊണ്ട് ഡോപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ബോൺസ് ഇൻ സെമി കണ്ടക്ടർ നോക്കാം. സോ ഈ മോളിക്യൂൾസിലെ ആറ്റങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് നിർത്തുന്നത് എന്താണ്? അവയിലെ വാലൻസ് ഇലക്ട്രോണുകളാണ്. അതായത് നമുക്കെല്ലാവരും കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഓരോ ആറ്റവും അതിൻ്റെ അവസാനത്തെ ഓർബിറ്റിൽ എന്താണ്? മിനിമം 8 ഇലക്ട്രോൺസ്. പിന്നെ നിങ്ങൾ ഒക്ടറ്റ് റൂളൊക്കെ പഠിച്ചതല്ലേ? സോ ഈ 8 എന്നുള്ള ആ എണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആറ്റങ്ങൾ എന്ത് ചെയ്യും? ഇലക്ട്രോണുകൾ ഒന്നെങ്കിൽ അത് വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? സ്വീകരിക്കും, അല്ലെങ്കിൽ ഷെയർ ചെയ്യും. സോ സെമി കണ്ടക്ടറുകളിൽ ഇപ്പോൾ ജെർമേനിയം സിലിക്കണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആറ്റങ്ങൾ തമ്മിൽ എന്താണ്? ഇലക്ട്രോണുകളെ പരസ്പരം ഷെയർ ചെയ്യുക. എന്നിട്ട് അങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്യുക. ഇത്തരം ബോണ്ടുകളെ നമ്മൾ എന്തെന്ന് പറയുക? കോവാലൻ്റ് ബോണ്ടുകളെന്ന് പറയാം. ഇപ്പോൾ ഇതൊരു ജെർമേനിയം ആറ്റമാണ്. ജെർമേനിയം ആറ്റത്തിൻ്റെ വയലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോണുള്ളത്. അപ്പോൾ അത് 8 എണ്ണം തികയ്ക്കാനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ജെർമേനിയം ആറ്റവും എന്ത് ചെയ്യും? മറ്റ് 4 ജെർമേനിയം ആറ്റങ്ങൾക്ക് നടുവിലായിട്ട്, നിങ്ങൾ ഫിഗർ കണ്ടാൽ മനസ്സിലാവും, എന്ത് ചെയ്യും? ക്രമീകരിക്കും. സോ അപ്പോൾ സെൻറ്ററിലുള്ള ജെർമേനിയത്തിന് എന്ത് കിട്ടി? ചുറ്റുമുള്ള 4 ജെർമേനിയത്തിൽ നിന്നുള്ള ഓരോ ഇലക്ട്രോണിന് കിട്ടി. അങ്ങനെ സെൻട്രലുള്ള ആറ്റത്തിന് എന്ത് കിട്ടി? ചുറ്റും 8 ഇലക്ട്രോണായി. ഇങ്ങനെയാണ് എന്തുണ്ടാവുക? ജെർമേനിയത്തിൻ്റെ സിലിക്കൻ്റെ ഒക്കെ കോവാലൻ്റ് ബോണ്ടുകൾ
പിന്നെ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഇലക്ട്രോണിൻ്റെ ഷെയറിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, ഓരോ വാലൻസ് ഇലക്ട്രോണും എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള ആറ്റത്തിലെ ഇലക്ട്രോണുമായിട്ട് എന്ത് ചെയ്യും, ചേർന്ന് ഡയറക്റ്റായിട്ട് ബോണ്ട് ഉണ്ടാക്കും. സ്വാഭാവികമായിട്ടും എന്താണ്, വാലൻസ് ബാൻഡിലെ അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോണുകളെല്ലാം എന്താണ് ഈ ബോണ്ടുകളിൽ ഇങ്ങനെ ഉള്ളതിനാൽ സാധാരണ സെമി കണ്ടക്ടറിൽ ഉണ്ടാവില്ല, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല അല്ലേ. എല്ലാ ജെർമേനിയവും അതിന് ഓരോ ജെർമേനിയത്തിനും 4 ആറ്റുണ്ട്, തൊട്ടടുത്തുള്ള 4 ജെർമേനിയം ആറ്റിൻ്റെയും ഓരോന്നിനടുത്ത് ഷെയർ ചെയ്തുകൊണ്ട് പിന്നെ കോവാലൻ്റ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തുണ്ടാവില്ല, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവുകയില്ല. ഓക്കെ, ഇനി എന്താണ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെമി കണ്ടക്ടറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കുന്ന കൺസെപ്റ്റാണ് എന്ത്, ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. സോ എ സബ്സ്റ്റൻസ് ഇൻ വിച്ച് ദ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ആർ അറേഞ്ച്ഡ് ഇൻ എ ഓർഡർലി പാറ്റേൺ ഈസ് നോൺ ആസ് ദി ക്രിസ്റ്റൽ. സോ നമ്മളൊരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതിലെ ആറ്റവും മോളിക്യൂൾസൊക്കെ ഒരു പെർട്ടിക്കുലർ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുക, ക്രിസ്റ്റലുകൾ എന്ന് പറയുക. സോ എല്ലാ സെമി കണ്ടക്ടേഴ്സും, ഇപ്പോൾ ജെർമേനിയം ആണെങ്കിലും സിലിക്കൺ ആണെങ്കിലും എല്ലാം എന്താണ്, അത് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിലാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, സോ ഇനി അപ്പോൾ എന്താണ് ക്രിസ്റ്റൽ എന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി അടുത്തത് കോമൺലി യൂസ്ഡ് സെമി കണ്ടക്ടേഴ്സ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടറിൽ ഏതൊക്കെയാണ്? ഒന്ന് ജെർമേനിയവും, രണ്ടാമത്തെ എന്താണ്, സിലിക്കണുമാണ്. ജെർമേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്, 32 കേട്ടോ. ഇതാണ് ജെർമേനിയത്തിൻ്റെ അറ്റോമിക് സ്ട്രക്ചർ. ഇതുപോലെ പിന്നെ എന്തുണ്ട്, സിലിക്കണും ഉണ്ട്. സോ ജെർമേനിയത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ 1886 ജെർമേനിയം കണ്ടെത്തിയത്. സോ ജെർമേനിയത്തിൻ്റെ അറ്റോമിക് ഘടന എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർബിറ്റിൽ എത്രയാണ്, 2 ഇലക്ട്രോണ്, രണ്ടാമത്തെ ഓർബിറ്റിൽ എത്ര, 8, മൂന്നാമത്തെ ഓർബിറ്റിൽ എത്ര, 18, നാലാമത്തെ വാലൻസ് ഓർബിറ്റിൽ എത്രയാണ്, 4 ഇലക്ട്രോണാണുള്ളത്. സോ ഈ വാലൻസ് ഓർബിറ്റിൽ 4 ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെന്തെന്ന് പറയും, ടെട്രാ വാലൻ്റ് ആറ്റം എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്, സിലിക്കൺ. സിലിക്കൺ നിങ്ങൾ നോക്കിയേ, ആദ്യത്തെ ഓർബിറ്റിൽ എത്രയാണ്, 2 ഇലക്ട്രോണ്, രണ്ടാമത്തെ 8, 8 2 10 പിന്നെ എത്ര, 4 അല്ലേ. അപ്പോൾ മൂന്നാമത്തെ വാലൻസ് ഓർബിറ്റിൽ എത്ര ഉണ്ടാവും, 4 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ ജെർമേനിയത്തെ പോലെ സിലിക്കണും എന്താണ്, 4 വാലൻസ് ഇലക്ട്രോണുകളുള്ള ഒരു ടെട്രാ വാലൻ്റ് എന്താണ്, ആറ്റമാണ്. ഓക്കെ, ഇനി ഈ ജെർമേനിയം ആണെങ്കിലും സിലിക്കൺ ആണെങ്കിലും എന്താണ്, പരസ്പരം കോവാലൻ്റ് ബോണ്ടുമായിട്ട് എന്ത് ചെയ്യുന്നു, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. സോ ഇത് നിങ്ങളിങ്ങനെ ഒരു 3 ഡയമെൻഷനിൽ ഇമാജിൻ ചെയ്ത് നോക്ക്, ഈ സിലിക്കൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ സ്പ്രെഡായി പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊരു പർട്ടിക്കുലർ ഓർഡർ ഇല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം, സിലിക്കൺ ക്രിസ്റ്റൽ എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, ഇതാണ് പിന്നെ സെമി കണ്ടക്ടറുകളുടെ എനർജി ബാൻഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ റെസിസ്റ്റിവിറ്റിൻ്റെ ബേസിൽ എന്ത് ചെയ്യാം, നമുക്ക് നേരത്തെ നമ്മളൊന്ന് ഡിഫൈൻ ചെയ്തു എന്താണ് സെമി കണ്ടക്ടർ എന്നുള്ളത്. ഇനി എനർജി ബാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു രീതിയിൽ നമുക്ക് സെമി കണ്ടക്ടറിനെ ഡിഫൈൻ ചെയ്യാം. സോ എനർജി ബാൻഡ് പറഞ്ഞാൽ എന്താണ്, ഒരു സെമി കണ്ടക്ടറിലെ എനർജി ബാൻഡ് എങ്ങനെയായിരിക്കും, വാലൻസ് ബാൻഡ് എന്തായിരിക്കും, ഏതാണ്ട് പൂർണ്ണമായിട്ടും ഫില്ലായിരിക്കും. കണ്ടക്ഷൻ ബാൻഡ് എന്താണ്, ഓൾമോസ്റ്റ് എന്തായിരിക്കും, എംപ്റ്റി ആയിരിക്കും. ഇത് രണ്ടിനും ഇടയിലുള്ള ആ എനർജി ഗ്യാപ്പിനെ നമ്മൾ എന്തെന്ന് പറയാം, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയാം. സോ ഈ ഫിഗറിലുള്ളത് ജെർമേനിയത്തിൻ്റെയും സിലിക്കണിൻ്റെയും എന്താണ്, ജെർമേനിയത്തിൻ്റെയും സിലിക്കണിൻ്റെയും എന്താണ് എനർജി ബാൻഡ് സ്ട്രക്ചറാണ്. സിലിക്കണിൻ്റെ എത്ര വരുന്നത്, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ 1.1 ഇലക്ട്രോൺ വോൾട്ടാണ്. ജെർമേനിയം എത്രയാണത്, 0.7 ഇലക്ട്രോൺ വോൾട്ടാണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ സെമി കണ്ടക്ടർ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, എ സെമി കണ്ടക്ടർ ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഹാസ് ഓൾമോസ്റ്റ് ഫിൽഡ് വാലൻസ് ബാൻഡ് ആൻഡ് നിയർലി എംപ്റ്റി കണ്ടക്ഷൻ ബാൻഡ് വിത്ത് എ വെരി സ്മോൾ എനർജി ഗ്യാപ്പ് സെപ്പറേറ്റിംഗ് ദ
ടു. ഇനി ടെമ്പറേച്ചറും സെമി കണ്ടക്ടറും തമ്മിലുള്ള പിന്നെ എഫക്റ്റ് എന്താണ് അല്ലേ? സോ നമുക്കറിയാം സെമി കണ്ടക്ടറിൻ്റെ എനർജി ഗ്യാപ്പ് എന്താണ്, വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വാലൻസ് ഇലക്ട്രോണുകൾക്ക് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടാൻ എന്ത് മതി, ചെറിയൊരു എനർജി മതിയാവും. സോ റൂം ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണ താപനിലയിൽ വാലൻസ് ഇലക്ട്രോണുകൾക്ക് എന്തായും, റൂം ടെമ്പറേച്ചറിൽ തന്നെ ചില വാലൻസ് ഇലക്ട്രോണുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവശ്യത്തിനുള്ള എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ കണ്ടക്ഷൻ ബാൻഡ് എത്തിക്കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും, ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് മാറും. എന്നാൽ ഇങ്ങനെ റൂം ടെമ്പറേച്ചറിൽ പിന്നെ ഇങ്ങനെ പോകുന്ന ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്, വളരെ കുറവാണ്. സോ നോർമൽ ടെമ്പറേച്ചറിൽ സിലിക്കണോ ജർമേനിയോ എന്തല്ല, ഒരു നല്ല കണ്ടക്ടർ അല്ല, അല്ലെങ്കിൽ എന്തില്ല, പൂർണ്ണമായിട്ട് ഫുള്ളി ഇൻസുലേറ്ററോ ആയിരിക്കില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, സെമി കണ്ടക്ടറുകൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി പിന്നെ ഈ സെമി കണ്ടക്ടറുകളിലെ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ്, സ്വാധീനം എങ്ങനെയാണെന്ന് നമുക്കൊന്നും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ സെമി കണ്ടക്ടറിൻ്റെ ഈ ഒരു കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും, അതിൻ്റെ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും, വലിയ തോതിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് നോക്കാം. സോ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ പിന്നെ ഈ സെമി കണ്ടക്ടറിലെ ആറ്റങ്ങളിലെ എല്ലാ ഇലക്ട്രോൺസും എന്തായിരിക്കും, വളരെ സ്ട്രോങ് ആയിട്ട് ഉള്ളൊരു ബോണ്ടിലാണ് ഉണ്ടാവുക. സോ എല്ലാ വാലൻസ് ഇലക്ട്രോണുകളും എവിടെ ഉണ്ടാകും, ഈ കോവാലൻ ബോണ്ടിലുണ്ടാവും. സ്വാഭാവികമായിട്ടും സീറോ ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നുണ്ടാവില്ല, നമുക്ക് മൂവ് ചെയ്യാൻ പിന്നെ ഫ്രീഡമുള്ള ഫ്രീ ഇലക്ട്രോൺസ് തന്നെ ഉണ്ടാവില്ല, ഒന്നും തന്നെ ഉണ്ടാവില്ല. സോ എന്താ സംഭവിക്കുക, വാലൻസ് ബാൻഡ് എന്തായിരിക്കും, പൂർണ്ണമായിട്ടും ഫില്ലായിരിക്കും. കണ്ടക്ഷൻ ബാൻഡ് എന്തായിരിക്കും, പൂർണ്ണമായിട്ട് എംറ്റിയും ആയിരിക്കും. സോ ഇലക്ട്രോൺസിന് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ വേണ്ട എനർജി ഇല്ലാത്തതിനാൽ ഈ സമയം അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ സെമി കണ്ടക്ടർ എന്ത് ചെയ്യും, പൂർണ്ണമായും ഇൻസുലേറ്ററായിട്ട്, പെർഫെക്റ്റ് ഇൻസുലേറ്ററായിട്ട് എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. ഇനി നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാലോ, എബവ് അബ്സല്യൂട്ട് സീറോ, നമ്മൾ താപനില കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ താപനില വർദ്ധിക്കുമ്പോൾ എന്താ സംഭവിക്കുക, സെമി കണ്ടക്ടറിന് പുറത്ത് നിന്നൊരു തെർമൽ എനർജി കിട്ടും. സോ ഈ തെർമൽ എനർജി ലഭിക്കുന്ന സമയത്ത് കോവാലൻ്റ് ബോണ്ട് എന്ത് ചെയ്യും, കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും, ഫ്രീ ആവും. ഈ ഇലക്ട്രോണുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തി ഇലക്ട്രിക് കറണ്ടിനെ കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു സെമി കണ്ടക്ടേഴ്സിന് എന്താണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും, സ്വതന്ത്രമാവും. അപ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഹോൾ കറൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ റൂം ടെമ്പറേച്ചറിലെ റൂം ടെമ്പറേച്ചറിലും എന്ത് ചെയ്യുള്ളൂ, കുറച്ച് ഇലക്ട്രോൺസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഫ്രീ ആവുകയുള്ളൂ കേട്ടോ. പക്ഷേ നമ്മൾ പ്രാക്ടിക്കലി എന്ത് ചെയ്യാൻ പറ്റില്ല, കറണ്ടിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതാണ് എബോവ് അബ്സല്യൂട്ട് സീറോയിൽ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ കണ്ടക്ഷൻ ബാൻഡ് എന്തായിരുന്നു, കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കണ്ടക്ഷൻ ബാൻഡിൽ കുറച്ച് ഫ്രീ ഇലക്ട്രോൺസ് എത്തും. പക്ഷെ നമ്മൾ പ്രായോഗിക ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. ഓക്കെ, ഇനി എന്താണ് ഹോൾ കറൻറ്റ് എന്നുള്ള കൺസെപ്റ്റ്. നമ്മൾ സാധാരണ ഫ്ലോ ഓഫ് ചാർജസിന് നമ്മൾ എന്തെന്ന് പറയാം, കറൻറ്റ് എന്ന് പറയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, സോ ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ കറൻറ്റ് കണ്ടക്ഷന് എന്താണ്, ഫ്രീ ഇലക്ട്രോൺസ് വഴി മാത്രമല്ല, അവിടെ എന്തുണ്ട്, ഒരു ഹോൾ കറൻറ്റ് കൂടെയുണ്ട്. എന്താണ് ഈ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു തെർമൽ എനർജി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ആവും. കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും, അവിടുന്ന് ആ ബോണ്ട് ബ്രേക്കായി കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ഇലക്ട്രോണിൻ്റെ ഒരു മിസ്സിങ് അനുഭവപ്പെടും.
ആ സ്ഥലത്തെ അല്ലെങ്കിൽ ആ ഗ്യാപ്പിനെ നമ്മൾ എന്തെന്ന് പറയുക, ഹോൾ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഒരു ഇലക്ട്രോണ് അവിടുന്ന് പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഹോൾ ഉണ്ടാകും. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും, ഇലക്ട്രോൺ ഹോൾ പെയർ എന്ന് പറയും. സോ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്, നെഗറ്റീവ് ചാർജാണ്. സോ അതിൻ്റെ അഭാവം മൂലമാണ് എന്നിട്ടാണത് ഹോൾ ഉണ്ടാവുന്നത്. മിസ്സിങ് ഓഫ് ഇലക്ട്രോണിനെ നമ്മൾ എന്തെന്ന് പറയുക, ഹോൾ എന്ന് പറയുക. അപ്പോൾ ഹോൾ എന്ത് ചാർജായിട്ട് ആക്ട് ചെയ്യും, പോസിറ്റീവ് ചാർജായിട്ടും ആക്ട് ചെയ്യും. ഇനി ഒരു ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺസ് ചാർജുകൾ സഞ്ചരിക്കുമ്പോഴാണ് മൂവ് ചെയ്യുമ്പോഴാണ് കറണ്ട് ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഹോളും എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ടോ, ഇല്ലേ? ശരിക്കും ഹോൾ ഒരു ഗ്യാപ്പ് ആണെങ്കിലും അതെന്താണ്, അത് ക്രിസ്റ്റലിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സോ ഇതിൽ നിങ്ങൾക്ക് ജെർമേനിയം ആറ്റമാണ്, അതിൻ്റെ പിന്നെ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളൊരു എനർജി കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നിങ്ങൾ നോക്ക്, എൽ എന്നുള്ള സ്ഥാനത്തെ ഇലക്ട്രോണ് സ്വതന്ത്രമാകുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു ഹോൾ ഉണ്ടാകും, അല്ലേ? അപ്പോൾ എൽ എന്നുള്ള സ്ഥാനത്തെ ഇലക്ട്രോൺ അവിടുന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ അവിടെ ഒരു ഹോൾ ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു ഹോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ബോണ്ടിലെ എം എന്നുള്ള സ്ഥാനത്ത് നിന്ന് എന്ത് ചെയ്യും, ഒരു വാലൻസ് ഇലക്ട്രോണ് ഈ എല്ലിലെ ഈ ഹോളില്ലേ ആ വിടവ് നികത്താൻ വേണ്ടി ചെയ്യും, ഇങ്ങോട്ട് പോരും. അപ്പോൾ എല്ലിലെ ഹോൾ എന്ത് ചെയ്തു, ഇല്ലാതായി. പകരം എമ്മിൽ എന്തായി, ഹോളായി. ഇനി എമ്മിലെ ഹോള് പിന്നെ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്നിൽ നിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഈ എം എന്നുള്ള ഹോളിലേക്ക് പോകും. അപ്പോൾ എന്തായി, എന്നിൽ ഹോളായി. അത് പിന്നീട് എങ്ങോട്ട് പോയി, പിന്നെ എന്നിൽ ഹോൾ വരുമ്പോൾ പി എന്നുള്ള ഇലക്ട്രോൺ എങ്ങോട്ട് വരും, എന്നിലോട്ട് വരും. അപ്പോൾ എന്നിൽ എന്തായി, പിയിൽ ഹോളായി. മനസ്സിലായോ? ശരിക്കും ഇവിടെ മൂവ് ചെയ്യുന്നത് ആരാണ്, വാലൻസ് ഇലക്ട്രോൺ ആണെങ്കിലും പക്ഷേ ഹോളും എന്ത് ചെയ്യുന്നുണ്ട്, നേരത്തെ എല്ലിലുണ്ടായിരുന്ന ഹോൾ അവസാനം എവിടെ എത്തി, എമ്മിന്ന് പോയി എന്നിന്ന് പോയി അവസാനം എന്ത് ചെയ്തു, പിയിലേക്ക് എത്തി. അപ്പോൾ ഹോളും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ മൂവ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ എന്തെന്ന് പറയാം, ഹോൾ കറണ്ട് എന്ന് പറയുക. നിങ്ങൾക്ക് ആ എനർജി ബാൻഡിൻ്റെ ആ ഡയഗ്രാം ഉപയോഗിച്ച് എന്ത് ചെയ്യാം, നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, വാലൻസ് ബാൻഡിൽ ഹോൾ ഉണ്ടാവും. അപ്പോൾ എൽ എന്നുള്ള ആ പൊസിഷനിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയി. അപ്പോൾ എല്ലിൽ എന്തുണ്ടാവും, എല്ലിൽ ഹോൾ ഉണ്ടാവും. അപ്പോൾ എല്ലിൽ ഹോൾ ആകുമ്പം അത് എം എന്നുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അവിടെ വന്ന് ഫില്ല് ചെയ്യും. അപ്പോൾ എവിടെ ഹോൾ ക്രിയേറ്റ് ചെയ്യപ്പെടും, എമ്മിൽ ഹോൾ ഉണ്ടാകും. അപ്പോൾ എമ്മിൻ്റെ ഹോളിൽ ഉണ്ടാകുമ്പോൾ എന്നിൽ നിന്ന് വരുന്നത് എന്ത് ചെയ്യും, എന്നിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യും, എമ്മിൽ ആ ഹോളിൽ ഫില്ലാവും. അപ്പോൾ എന്നിൽ ഹോൾ ഉണ്ടാവും. ഇപ്പോൾ ഇലക്ട്രോൺസ് ആണ് ഇവിടെ മൂവ് ചെയ്യുന്നതെങ്കിലും ഹോളും എന്ത് ചെയ്യുന്നത് കാണാം, നമുക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ. സോ നമ്മളിതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. പിന്നെ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക, ഹോളുകളുടെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. പിന്നെ ഫ്രീ ഇലക്ട്രോൺ കറണ്ട് എങ്ങനെ ഉണ്ടാവുന്നത്, കണ്ടക്ഷൻ ബാൻഡിലെ ഫ്രീ ഇലക്ട്രോണുകളുടെ മൂവ്മെൻ്റ് ആണ്. ഹോൾ കറണ്ട് എങ്ങനെ ഉണ്ടാവുന്നത്, വാലൻസ് ബാൻഡിലെ വാലൻസ് ഇലക്ട്രോണുകൾക്ക് എന്താണ്, ഒരു ബോണ്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ എന്ത് ചെയ്യും, ഹോൾ ഉണ്ടാകും. അതുമൂലമാണ് എന്തുണ്ടാവുന്നത്, ഹോൾ കറണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഹോൾ കറണ്ട് എന്നുള്ള കൺസെപ്റ്റും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് സെമി കണ്ടക്ടറിൻ്റെ ഭാഗത്ത് ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.